പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എൻവയോൺമെന്റൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് ആയിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ് തരാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ എൻവയോൺമെന്റൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അസൈൻമെന്റ് ടോപ്പിക്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്. നമുക്കറിയാം, 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രകൃതിയുടെ പ്രത്യാഘാതങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഓക്കി ദുരന്തം, അല്ലെ? തിരുവനന്തപുരത്ത് അടിച്ചിട്ടുള്ള ഓക്കി. അതിനുശേഷം നമുക്കറിയാം നിപ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു. വൈറസ് ആണെങ്കിലും ദാറ്റ് ഈസ് ഫ്രം എൻവയോൺമെന്റ്. പിന്നെ പ്രളയം, 2 പ്രളയം വന്നു. പിന്നെ ഇപ്പം കോവിഡ് വന്നു. അങ്ങനെ 5 വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുണ്ട്. അപ്പൊ പ്രളയം വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട്. മാധവ് ഗാഡ്ഗിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ പ്രളയം വരും, പ്രളയം വന്നിട്ട് മലകൾ ഇടിഞ്ഞു വീഴും, മലകളിലെ മുകളിലുള്ള മരങ്ങൾ നിങ്ങൾ മുറിച്ചു കളയരുത്, അവിടെ JCB വെച്ച് നിങ്ങൾ നിരത്തിയിട്ട് അവിടെ റിസോർട്ട് പണിയരുത് എന്നൊക്കെ പണ്ട് നമ്മോട് പറഞ്ഞിരുന്നു. ഒരു കാട് വെളുക്കുമ്പോൾ നശിക്കുന്നത് അനേകായിരം വർഷത്തെ ജൈവ വൈവിധ്യങ്ങളാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ മലയാളികളുടെ കൾച്ചറിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന മലകളിൽ റിസോർട്ടുകൾ പണിതു. മലകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ആണികളാണ്, അല്ലെ? പ്രകൃതിയെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുള്ള ആണിക്കല്ലുകളാണ് മലകൾ എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ പറയുന്ന മല ഇടിച്ച് നിരത്തി. അതിന്റെ പ്രത്യാഘാതമായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് നിലമ്പൂരിലെ കൊളകപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് മലയിടിഞ്ഞത്. വയനാട്ടിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് മലയിടിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലായത്. ഇങ്ങനെയുള്ള കഥകളൊക്കെ നമുക്കറിയാം. ഇത്തരത്തിലുള്ള അവയർനെസ് അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എൻവിറോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മളെ പോലെയുള്ള ആളുകൾ പഠിക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ള മലകൾ തന്നെയെങ്കിലും നിലനിർത്താൻ വേണ്ടി. അങ്ങനെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവയർനെസ് അറിയാൻ വേണ്ടി ഈ ക്ലാസ്സിലുള്ള ഓരോ ആളുകൾക്കും ഞാൻ ഓരോ ടോപ്പിക് തരും. ആ ആളുകളുടെ ടോപ്പിക് വളരെ വ്യക്തമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും. ചിലപ്പോൾ 1-2 ആൾക്കാർ റിപ്പീറ്റ് ആയിട്ട് എഴുതുന്നൊന്നും പ്രോബ്ലംസ് ഇല്ല. ഓക്കെ, ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിൽ, ഇപ്പൊ തൽക്കാലം ഞാൻ ഹരിതയാണ് ലീഡർ ആക്കി എടുക്കുന്നത്. ഹരിത വേണ്ട പോലെ അത് മാനേജ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു കവിതയാണ്, അല്ലെ? നമ്മൾ എൻവയോൺമെന്റ് സയൻസ് പഠിക്കുമ്പോൾ എന്തിനാണ് സലാം സാർ ഈ പറയുന്ന കവിത പറഞ്ഞിട്ടുള്ളത്? UGC ഒക്കെ എൻവയോൺമെന്റൽ സയൻസ് പാഠ്യവിഷയമായി വരണം എന്ന് പറയുന്നതിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ ആളാണ് മഹാകവി ONV. മറ്റൊന്ന്, ഇല്ലേ, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയിലെ ആശയമാണ് ആടിമുകളിൽ മാല കുടിനീര് തിരയുന്നു, ആതിരകൾ കുളിരി തിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു, ആറുകൾ ഒഴുക്ക് തിരയുന്നു, സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ഇല്ലേ, സർഗലയ താളങ്ങൾ എങ്ങനെയാ സർഗലയ താളങ്ങൾ തെറ്റിയത്? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പസിൽ പഠിക്കുന്നതിന് പകരം നിങ്ങൾ വീട്ടിൽ ഓൺലൈനിൽ ഇരുന്ന് പഠിക്കുകയാണ്. സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടങ്ങളാണ് കലാലയങ്ങൾ. അതിന് പകരം നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സർഗലയ താളങ്ങൾ തെറ്റിയിട്ട് വീട്ടിലിരിക്കുക എന്നുള്ള. അതിന്റെ അർത്ഥം കോവിഡ് വന്നതുകൊണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് കോവിഡ് വന്നതുകൊണ്ട് യു ആർ സിറ്റിംഗ് ഇൻ യുവർ ഹോം. ജീവരഥയ ചക്രങ്ങൾ ചാലിൽ ഉറയുന്നു. പലരുടെയും ജീവിതത്തിന്റെ രഥചക്രങ്ങൾ ചാലിൽ ഉഴയുകയാണ്, മുമ്പോട്ട് പോവാതെ. ഇതൊക്കെ സംഭവിച്ചത് സംതിങ് ബിക്കോസ് ഓഫ് എൻവിറോൺമെന്റ്, something because of the environmental issue that we are going to discuss. This is another important person. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അയ്യപ്പ പണിക്കരെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, പരിസ്ഥിതി പഠനങ്ങളെ കുറിച്ച് നമ്മളൊക്കെ അവയർ ആവുന്നതിന് മുമ്പേ എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കവിതയാണ് കാടവിട മക്കളെ, നാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കാട്ടുപുൽ തകിടയുടെ കുളിരൻ എവിടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടേ പഠിച്ചതാണ്. പൂക്കാതിരിക്കാൻ എനിക്കാവില്ല എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയിലൂടെ അയ്യപ്പ പണിക്കർ നമ്മളോട് പാടിയിട്ടുണ്ട്. നമുക്കറിയുമോ ഈ പ്രകൃതിയുടെ സന്ദേശം? ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് മുമ്പേ നടത്തിയിട്ടുള്ള കവിതാശലകങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരം ഈ കവിതയുടെ
ഇങ്ങനെയുള്ള വാക്യങ്ങളൊന്നും നമ്മൾ ഓർക്കാതെ പോകുന്നു എന്നുള്ളതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ദെൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള സുഗതകുമാരി ടീച്ചർ പരിസ്ഥിതിയോട് നമ്മൾ ഏറ്റവും ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരാളാണ് അല്ലെ. നാളേക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടന്നു. ഇത് ഇത്രയും മനോഹരമായിട്ട് എൻവയോൺമെന്റൽ അവയർനെസ് ഉണ്ടാക്കാൻ വേറെ ആൾക്ക് കഴിയില്ല. സുഗതകുമാരി ടീച്ചറുടെ ജാഗ്രത എന്ന് പറയുന്ന കവിതയിലെ ചില വാക്കുകളാണിത്. ദെൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പരിസ്ഥിതി, നിങ്ങൾ ഏത് വലിയ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുക്സ് ഉണ്ട്. ഓടം എന്ന് പറയുന്ന ആളുടെ ബുക്ക് ഉണ്ട്, വളരെ പോപ്പുലർ ആണ്. പക്ഷെ അതൊക്കെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ മലയാളത്തിന്റെ നനവുള്ള ഒരുപാട് എഴുത്തുകളുണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. പരിസ്ഥിതി പഠനത്തിന് ഒരു ആമുഖം, പരിസ്ഥിതി എന്നാൽ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് പഠന പുസ്തകങ്ങളുണ്ട്. മലയാളത്തിലെ പരിസ്ഥിതി കഥകളുണ്ട്. പരിസ്ഥിതി ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനുള്ള പ്രൊഫസർ എ ശിവദാസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമുണ്ട്. കണ്ടൽക്കാടിനെ കുറിച്ച് മഹാദേവൻ തമ്പി എഴുതിയ ബുക്കുണ്ട്. പരിസ്ഥിതി ദർശനം മലയാള കവിതയിൽ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള രാജശേഖരൻ സാറിന്റെ പുസ്തകമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചില വളരെ പ്രധാനപ്പെട്ട മലയാളത്തിന്റെ ശ്രമങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് മലയാളത്തിലെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള എഴുത്തുകൾ. മലയാളത്തിലെ ഒരു ടോപ്പിക് അതാണ്, മലയാളത്തിന്റെ അല്ലെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ബോധിപ്പിച്ചിട്ടുള്ള പുസ്തകം ഏതൊക്കെയാണ്. ചെറിയൊരു അസൈൻമെന്റ്, ഒരു 3 പേജിലേക്കുള്ള വളരെ ബ്രീഫായ ഒരു സാധനം. ഓരോന്നിൽ എന്താണ് പറഞ്ഞത് കൂടി നിങ്ങൾ എഴുതുക. വളരെ പെട്ടെന്ന് തരണ്ട, കുറച്ചു കാലം കഴിഞ്ഞിട്ട് തന്നാൽ മതി. കോളേജ് ലൈബ്രറിയിൽ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, കോളേജിൽ വരുന്ന സമയത്ത് വേണമെങ്കിൽ എടുക്കാം. മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് മലയാളത്തിൽ, കേരളത്തിൽ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ എഴുതുന്ന സാഹിത്യകാരന്മാർ, അവരെഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ലേഖനങ്ങൾ. മറ്റൊന്ന് ലോകത്തിറങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി സംബന്ധമായ ഡോക്യുമെന്ററികൾ, ലോകത്തിറങ്ങിയിട്ടുള്ള വളരെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സിനിമകൾ, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ. ഓക്കെ, അതേപോലെ തന്നെ അത് ഞാൻ കുറെ കാര്യങ്ങൾ പറയാം. ഞാൻ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് വലിയ സയൻസ് പഠിക്കുമ്പോഴും നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് പരിസ്ഥിതി അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതിന് യാതൊരുവിധ പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങളുമില്ല. നമ്മൾക്ക് അസൈൻമെന്റ് എഴുതി മാർക്ക് കിട്ടും എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മണ്ണിൽ ഉണ്ടായിട്ട്, ഇത് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം നിങ്ങൾ എൻവയോൺമെന്റൽ സയൻസ് പഠിച്ചതാണ്, നിങ്ങൾ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണ്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതൊക്കെ അറിയാം. ചില ആൾക്കാർക്ക് അറിയാം, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അറിയാത്ത ആളുകളും അറിയുന്ന ആളുകളും ഒക്കെ അതിനെ കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നതോട് നമുക്ക് ഉണ്ടാവേണ്ടത്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് മലയാളം മാസ്റ്റർ ഓഫ് സയൻസ് എന്നാണ്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ്. അറിവിന്റെ യജമാനന്മാരായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷനെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഇത് നമ്മളെല്ലാവരും താങ്ങി നിർത്തേണ്ട ഭൂമിയാണ്. നമ്മുടെ മുമ്പിലുള്ളത് എല്ലാ വർഷവും ഈ താങ്ങി നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് എൻവയോൺമെന്റൽ ഡേ. നമ്മളെല്ലാവരും ജൂൺ 5 ഒരു കുഴിയിൽ കുറച്ച് ചെടി നടും. പിന്നീട് അടുത്ത കൊല്ലം ജൂൺ 5 അതേ കുഴിയിൽ തന്നെ വീണ്ടും ഒരു ചെടി നടും. കാരണം നട്ടതിന് ശേഷം നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കാറില്ല. ഇങ്ങനെ ഒരേ കുഴിയിൽ തന്നെ പലപ്പോഴും, ചിലപ്പോൾ അതിന് വിഭിന്നമാവാം, ഞാൻ ഇൻ ജനറൽ ആണ് പറഞ്ഞത്. സർ സെയ്ദ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും നടന്ന വലിയ ചെടികളൊക്കെ വളർന്ന് വലിയ മരങ്ങളായി മാറിയിട്ടുള്ള ഹോർത്തൂസ് സർസേദിക്കസ് എന്ന് പറയുന്ന വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അത് നടുന്നുണ്ട് എന്ന അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയാം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നട്ടിട്ടുള്ള കോളേജിലെ ചെടികളുടെ കുറിച്ച് അന്വേഷിക്കണം, അത് അവിടെ ഉണ്ടോ എന്ന് അറിയണം. ഇനി എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഡേയുടെ ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, എല്ലാ വർഷവും ആളുകൾ ആ ദിനത്തിൽ പ്രകൃതിയെ ഓർക്കുന്നു എന്നുള്ളതാണ് അല്ലെ. കേരളത്തിന്റെയും ലോകത്തിന്റെയും പ്രത്യേകത അതാണ്. ഓരോ ദിനത്തിനും ഓരോ കാര്യങ്ങൾക്കും ഓരോ ദിനമാണ് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ദിനം കടന്നുപോയി അല്ലെ. കുറെ ദിവസം കഴിയുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി, ഒരു അച്ഛന് വേണ്ടി, അങ്ങനെ ഓരോ ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളിൽ മാത്രം ഓർക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത്തരം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഈ ഡേ ഓർക്കാൻ കാരണം വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി തീരുമാനമെടുത്തിട്ടുള്ള 1972 വേൾഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് UNEP-യുടെ ഈ വേൾഡ് എൻവയോൺമെന്റ് ഡേ പ്രോഗ്രാം 1972 തുടങ്ങിയിട്ടുള്ളത്. അത് ഓരോ വർഷവും വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വ്യത്യസ്തപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട്.
അല്ലെ? ഈ വർഷം നമ്മുടെ നാട്ടിൽ ലോകത്ത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ തീം ടൈറ്റിൽ എന്ന് പറയുന്നത് ടൈം ഫോർ നേച്ചർ എന്നായിരുന്നു. ടൈം ഫോർ നേച്ചർ, പ്രകൃതിയുടെ സമയമാണ്, അല്ലെ? എല്ലാ ആൾക്കാർക്കും ഒരു ഡേ ഉണ്ടാവാറുണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ടേ. മലയാളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ് എല്ലാവർക്കും ഒരു ദിവസമുണ്ട് എന്നുള്ളത്. ടൈം ഫോർ നേച്ചർ, പരിസ്ഥിതിയുടെ, ഭൂമിയുടെ, മണ്ണിന്റെ ദിവസങ്ങളാണ് ഇതൊക്കെ, അല്ലെ? ഒരു ഭൂമി വിചാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും, നമ്മുടെ വലിയ വലിയ കാറുകളുള്ള ആളുകളൊക്കെ ആ കാറ് ഉപയോഗിക്കാതെ വീട്ടിൽ നിർത്തിയിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലെ? നമുക്കറിയാം, 1-2 മാസം നമ്മൾ ലോക്ക്ഡൌൺ ആയി കിടന്നിരുന്നു. ദാറ്റ് ഈസ് ടൈം ഫോർ നേച്ചർ. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാതെ ആളുകൾ നിശ്ചലമായിരുന്നു. ദാറ്റ് ഈസ് ടൈം ഫോർ നേച്ചർ. പരിസ്ഥിതിയുടെ ദിനമാണ്. ഇതുവരെ ജനങ്ങൾ മുഴുവനും മണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ആക്രോശിച്ചു നിന്ന സമയത്ത് ഭൂമിയുടെ ഹൃദയത്തിൽ ചവിട്ടിയായിരുന്നു നമ്മൾ JCB ഉരുട്ടിയത് എന്ന് നമ്മൾ ഓർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉരുട്ടിയ JCBയുടെ മുകളിൽ പ്രകൃതി ദേഷ്യം പിടിച്ച് കലിതുള്ളിയിരിക്കുന്ന സമയമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ടൈം ഫോർ നേച്ചർ. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഈ വർഷത്തെ തീമായിരുന്നു ഇത്. ഓരോ വർഷവും ഓരോ തീമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസൈൻമെന്റ് 2000 തൊട്ടിട്ട് 2020 വരെ നടന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട തീം എന്താണ്? ഇത് 2014 ഒരു തീമാണ്. റൈസ് യുവർ വോയിസ്, നോട്ട് ദ സീ ലെവൽ. നിങ്ങളുടെ ശബ്ദം ഉയർത്തുക, കടലിലെ തിരമാലകളുടെ ആരവങ്ങൾ ഉയരാതിരിക്കാൻ. എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ചൂട് കൂടുമ്പം സോളാർ ഐസ് ക്യാപ്സ് ഉരുകുകയും കടലിലെ വെള്ളം കൂടുകയും പരിസ്ഥിതിയെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്യും. അപ്പം ചൂട് കൂടാതിരിക്കാൻ നിങ്ങൾ ചെടി നടണം. ഓക്കെ, ചെടി നട്ട് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവുകയും ഐസ് ക്യൂബ്സ്, ഐസിന്റെ ഐസ്ബർഗുകളൊന്നും ഈ ഉരുകാതിരിക്കുകയും നമ്മുടെ കടലിൽ വെള്ളം പൊങ്ങാതിരിക്കുകയും നമ്മളൊന്നും മരിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ, അങ്ങനെ കടലിൽ വെള്ളം ഉയരാതിരിക്കണമെങ്കിൽ റൈസ് യുവർ വോയിസ്, നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. നോട്ട് ദ സീ ലെവൽ. എന്തിനാണ്? സീ ലെവൽ ഉയരാതിരിക്കാൻ. അത് 2014 തീമായിരുന്നു. വേറൊരു വർഷത്തെ തീമായിരുന്നു തിങ്ക്, ഈറ്റ്, സേവ്. തിന്നോളൂ, അതേപോലെ തന്നെ സേവ് ചെയ്യണം. അല്ലാതെ വെറുതെ അങ്ങ് തിന്ന് ഉറങ്ങിയാൽ പോരാ. യു ഷുഡ് തിങ്ക്, യു ഷുഡ് ഈറ്റ്, യു ഷുഡ് സേവ്. ചിന്തിച്ചുകൊണ്ട് തിന്നുകയും ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെ സംരക്ഷിക്കുകയും ചെയ്യണം. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് തീം. 7 billion dreams, 1 planet consumed with care. ഇത് വേറൊരു വർഷത്തെ തീം. ഏത് വർഷം എന്ന് ഞാൻ പറയില്ല. സോ യു ഹാവ് ടു റെഫർ. ഓരോ വർഷത്തെയും തീമിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. 1-2 ആൾക്കാർ എഴുതിയാലൊന്നും കുഴപ്പമില്ല. അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾ സ്വന്തം 2000 ശേഷം നടന്നിട്ടുള്ള ഓരോ എൻവയോൺമെന്റ് ഡേയുടെ തീമും എഴുതണം. അത് ദാറ്റ് ഈസ് വെരി ഗ്രേറ്റ് ഇൻഫർമേഷൻ റാദർ ദാൻ ദാറ്റ് ഓഫ് ദ MSc എൻവയോൺമെന്റൽ സയൻസ്. ഞാൻ ഉദ്ദേശിക്കുന്നതോ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള എൻവയോൺമെന്റിന്റെ അറിവുകളും അനുഭവങ്ങളും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഓരോ വർഷവും ഓരോ തീമുണ്ട്. ഞാനെല്ലാം പറയുന്നില്ല. അനദർ ഇമ്പോർട്ടന്റ് തീം, ലോകത്ത് മുഴുവനും പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ കാരണമായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ഒരു വനിതയാണ്, അല്ലെ? നമ്മൾ പറയാറില്ലേ, മദർ തെരേസയെ നമ്മൾ ഓർക്കുന്നത് സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ, കാരുണ്യത്തിന്റെ പേരിലാണെങ്കിൽ. ദിസ് പേഴ്സൺ ആരാണിത്? റേച്ചൽ കാർസൺ ആണ്. റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വിമൻ ഇൻ ദ വേൾഡ്. ഷീ ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ അവയർനെസ്. എന്താണ് സൈലന്റ് സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞത് ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിവേ, this is the first person who introduced the issues of environment. So ഇങ്ങനെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാണ്, പുരുഷന്മാരാരൊക്കെയാണ്, ഇതറിയാം നിങ്ങൾക്ക്, ഞാൻ പറയുന്നില്ല. ദെൻ ആരാണ്? മേധാ പട്കറാണ്, മൈലമ്മയാണ്, അല്ലെ? ഓരോ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരും ആരൊക്കെ, അങ്ങനെ മറ്റൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ള ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകർ? സ്ത്രീകൾ, പുരുഷന്മാർ. ഓക്കെ, ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. സുന്ദർലാൽ ബഹുഗുണയാണ്. ഓരോ ആൾക്കാരുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ നാട്ടുകാരനാണ്. എനിക്കറിയാം, ജോൺസി മാഷാണ്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ആദ്യമായിട്ട് തുടക്കം കുറിച്ച പൈനൂർ കോളേജിലെ സുവോളജിയിലെ അധ്യാപകനായിരുന്നു ഇദ്ദേഹമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ഇദ്ദേഹം 2008 നമ്മോട് വിട പറഞ്ഞുപോയി. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത്തരം കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എനിവേ, ഇപ്പൊ നമ്മൾ കുറച്ച് അവയർനെസ് പ്രോഗ്രാമാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഓരോ ആളുകളും അസൈൻമെന്റ് എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ സംസാരിക്കാം. തൽക്കാലം ഞാൻ ഹരിതയാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്.
ഹരിത ഓരോരുത്തരും എഴുതുന്ന ടോപ്പിക്ക് എനിക്ക് ടൈറ്റിൽ ആയിട്ട് അയച്ചു തരണം. ഓക്കെ.